നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടില്ല. 27-ാം തീയതി പരീക്ഷ നടക്കുന്നവർക്ക് അതിൻ്റെ 3 ദിവസം ഏകദേശം ഇന്ന് മുതൽ ലഭിക്കും. ഇന്ന് ലഭിച്ചിട്ടില്ല, നാളെ നോക്കുക. 3 ദിവസം അല്ല 2 ദിവസം മുമ്പാണ് സാധാരണ ലഭിക്കുന്നത്. അപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റ് കൂടി സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് പറയട്ടെ, നോട്ടീസ് ഓഫ് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ 2026 ഇതാണ് തമിഴിൽ കൊടുത്തിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൂടി നമുക്കൊന്ന് വ്യൂ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റ് 2026 ഇപ്പോൾ വന്നിട്ടുണ്ട്. 23/4/2026 മുതൽ 14/5/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ പേ സ്കെയിലും ലെവലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാം. ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാവുന്നതാണ്. എന്താണ് അതിൽ പറയുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. സോ SSC GDൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ 10 days സ്റ്റഡി പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പരീക്ഷ ഇനി 10 ദിവസത്തിന് ശേഷമാണെങ്കിലും അല്ലെങ്കിലും ഏകദേശം 1000 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. 9 days ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ പാർട്ടായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലഭിക്കും. ഏകദേശം 1000-ൽ കൂടുതൽ ചോദ്യങ്ങൾ പ്ലസ് 240 ചോദ്യങ്ങൾ വേറെ അഡീഷണൽ ആയിട്ട് എല്ലാം കൂടിയിട്ട് 1200-ൻ്റെ അടുത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക്, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് അംഗമാകാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സൈറ്റിൽ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നതുകൊണ്ട് തന്നെ പലർക്കും എന്താണിതെന്ന് അറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്സാം നടക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്ന് വന്ന അപ്ഡേറ്റ് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതിൽ പറയുന്ന വലിയൊരു നോട്ടീസാണ്. ചുരുക്കി ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ പരീക്ഷയിൽ തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷനുകൾ ഓപ്ഷൻ ഇല്ല. ഇപ്പം ഒരു ചോദ്യം ചോദിച്ചു, അതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ എവിടെയും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയാനില്ല, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യത്തെ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഓപ്ഷനുകൾ ശരിയായിട്ടുള്ള ഇല്ല. അങ്ങനെയാകുമ്പോൾ ആ പരീക്ഷ എഴുതിയ എല്ലാവർക്കും മാർക്ക് നൽകപ്പെടും. അതിപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും എന്ത് ചെയ്യും, ആ മാർക്ക് നൽകപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഇതിന് മുമ്പോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ആൻസർ കീ വരും. അപ്പോൾ നമുക്ക് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം. എന്തെങ്കിലും തെറ്റുകൾ പരീക്ഷയിലുണ്ട് അല്ലെങ്കിൽ ചോദ്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം മുമ്പിലേക്ക് വരും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വിദഗ്ധ സമിതി, SSCൻ്റെ വിദഗ്ധ സമിതി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. ഈ സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ബോധ്യപ്പെട്ട് അത് ഉറപ്പാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അല്ലാത്തതിന് അത് അസാധുവായി കളയും, നമുക്കത് ലഭിക്കത്തില്ല. അതൊന്ന്. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒന്നിലധികം ശരിയുത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ABCDയിൽ ഡിയും അതുപോലെ തന്നെ സിയും, ഇത് രണ്ടും സിയും ഡിയും രണ്ടും ശരിയാണെന്ന് കരുതുക. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി D ചെയ്തു, മറ്റൊരു ഉദ്യോഗാർത്ഥി C ചെയ്തു. ആൻസർ ചെയ്ത് നോക്കുമ്പോൾ മാത്സിലോ ഏതെങ്കിലും ആവട്ടെ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വന്നു. അവസാനം അത് 2 ഉദ്യോഗാർത്ഥി 2 ചെയ്തു. അപ്പോൾ ഈ 2 ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് നൽകപ്പെടും. ഇവർക്ക് 2 പേർക്കും മാർക്ക് നൽകപ്പെടും. ആരെങ്കിലും Aയോ Bയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് നൽകപ്പെടും. ഇനി ഇതൊന്നും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് നൽകുകയില്ല, മാർക്ക് എടുക്കുകയും ഇല്ല. അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുകയും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ സിലബസിൻ്റെ പുറത്തുനിന്ന്, ഔട്ടർ സിലബസിൽ നിന്ന് നമുക്ക് പുറവശത്തു നിന്ന്, അതായത് പുറത്തുനിന്ന് സിലബസിൻ്റെ പുറത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിനെല്ലാവർക്കും തന്നെ മാർക്ക് നൽകപ്പെടും. അത് അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവരെല്ലാവർക്കും നൽകും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഭാഷാപരമായിട്ടുള്ള ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തുന്നത്. അറിയാത്തവരുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന 2 ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നതാണ്, പണ്ട് SSCൻ്റെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ തെറ്റുകളൊന്നും ഇല്ല. അതായത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെറ്റുകളൊന്നും ഇല്ല. കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പക്ഷേ ട്രാൻസ്ലേഷൻ ചെയ്ത് വരുന്ന സമയത്ത് മലയാളം അല്ലെങ്കിൽ ഹിന്ദിയിൽ ഓൾറെഡി ഇല്ല, മലയാളം, പഞ്ചാബി, തമിഴ്, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജ് SSCയിലുണ്ട്. അപ്പോൾ അതിൽ എക്സാം എഴുതുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, മലയാളത്തിൽ ചോദ്യത്തിൽ തെറ്റ് വരികയാണ്. ഇപ്പം യാതൊരു രീതിയിലും മനസ്സിലാകാത്ത രീതിയിൽ ഒരു ട്രാൻസ്ലേഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ മലയാളത്തിൽ ആരൊക്കെ എടുത്തിട്ടുണ്ടോ, അതായത് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ എടുത്തവർക്ക് ലഭിക്കത്തില്ല ആ ഒരു ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് ലഭിക്കത്തില്ല. ആ ഒരു ബോണസ് മാർക്കോ അല്ലെങ്കിൽ ആ ഒരു കാര്യമോ അവർക്ക് ലഭിക്കത്തില്ല. ആരൊക്കെയാണോ മലയാളത്തിൽ പരീക്ഷ എഴുതാനായിട്ട് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൽ ചോദ്യത്തിൽ തെറ്റ് വന്നിട്ടുണ്ട്, വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം. ഒബ്ജക്ഷൻ റൈസ് ചെയ്ത് അവരത് ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടെന്നാണെങ്കിൽ അതിൻ്റെ 2 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കല്ലേ, അത് നൽകപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറുതായിട്ട് വരുന്ന അക്ഷര തെറ്റുകൾ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിനൊന്നും നമുക്ക് എന്ത് ലഭിക്കത്തില്ല, മാർക്ക് ലഭിക്കത്തില്ല, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിനൊന്നും ലഭിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ ഒരു തെറ്റ് പോലൊരു സംഭവം കണ്ട്, ഫോർ എക്സാമ്പിൾ ചെറിയൊരു അക്ഷര തെറ്റ് പോലൊരു കാര്യം കണ്ടല്ലേ, അവിടെ തെറ്റൊന്നും ഇല്ല, എന്തായാലും തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ലാർജ് നമ്പർ ഓഫ് കുട്ടികൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ടും കാര്യമില്ല. അവർ ചെക്ക് ചെയ്തിട്ട് അതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് അലോക്കേറ്റ് അല്ലെ മാർക്ക് തരുത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഈ എൻറ്റയർ ആയിട്ടുള്ള ഈ ഒരു PDF പറയുന്നത്. ആവശ്യമുള്ളവർക്ക് ഇത് സൈറ്റിൽ കയറി വായിച്ച് നോക്കാം. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ഇനി അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ SSCൻ്റെ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ എത്തുക. അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട യൂസർ ID അതുപോലെ പാസ്വേഡ് ക്യാപ്ച കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും SSCGDൻ്റെ അഡ്മിറ്റ് കാർഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോ യുവർ സിറ്റി ഇതും ലൈവാണ് ഇപ്പോൾ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ SSCGD സെലക്ട് ചെയ്യുക. 2026 സെലക്ട് ചെയ്തിട്ട് ചെക്ക് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഡൗൺ പോർഷനിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, GD അപ്ലൈ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതില്ല എന്നാണെങ്കിൽ നിങ്ങൾ 27-ാം തീയതി പരീക്ഷയുള്ളവരാണ് പറയുന്നത്, നാളെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നാളെ വൈകുന്നേരത്തിനുള്ളിൽ വരുന്നതായിരിക്കും. സോ ഇന്ന് പലർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള 10 days പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എക്സാം ഒക്കെ ഇനി 10 days ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ നിങ്ങൾക്ക് പഠിച്ചു തീർത്താൻ പറ്റുന്നൊക്കെ ഉണ്ട്. 1000 ക്വസ്റ്റ്യൻസ് പ്ലസ് ഉണ്ട് അതിൽ. അപ്പോൾ 1200 പ്ലസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. സോ ഇത് എടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നേരത്തെ ആയി കൊടുത്തിട്ടുണ്ട്. 1000 ചില്ലാനും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.